Welcome students. Standard 9, Chapter 4 by the Hands of the Nature. പ്രകൃതിയുടെ കൈകളാൽ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പ്രധാന ഭൂരൂപങ്ങൾ, രൂപരൂപീകരണ പ്രക്രിയകൾ, നദി, തിരമാല, ഭൂഗർഭജലം, കാറ്റ് എന്നീ ബാഹ്യശക്തികളുടെ പ്രവർത്തനങ്ങൾ, ഭൂരൂപങ്ങളുടെ പ്രാധാന്യം, ഭൂമിയുടെ ഉപരിതലത്തിൽ മനുഷ്യൻ വരുത്തുന്ന മാറ്റങ്ങൾ എന്നിവയാണ് ഈ പാഠത്തിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത് വിവിധ തരം ഭൂരൂപങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മരുഭൂമി, പിന്നീട് കടൽ തീരം കൊടുത്തിട്ടുണ്ട്, ഒരു മൗണ്ടെയിൻ കൊടുത്തിട്ടുണ്ട്, ആ മൗണ്ടെയിൻ്റെ മുകളിൽ സ്നോ ഉള്ളൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സമതലം കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു താഴ്വാരം കാണിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ ഒരു മണൽക്കൂനകൾ പോലുള്ള പ്രദേശം, വെള്ളച്ചാട്ടം, ഇത്രയുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒബ്സർവ് ദ പിക്ചേഴ്സ്. അപ്പോൾ എന്താ അവിടെ കൊടുത്തിരിക്കുന്നത്? സ്കൈ സ്ക്രേപ്പിംഗ് മൗണ്ടെയിൻസ്, എക്സ്റ്റെൻസീവ് പ്ലെയിൻസ്, അൺഇൻറ്ററപ്റ്റഡ് വാട്ടർഫോൾസ്, സ്ക്രോച്ചിങ് ഡെസേർട്സ്, എക്സ്റ്റെൻസീവ് പ്ലാറ്റ്യൂസ് വിത്ത് ഹാർഡ് rock terrain, various big and small valleys, how diverse the earth surface. അപ്പോൾ ഇതുപോലെയുള്ള ഡൈവേഴ്സിറ്റീസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഭൂമിയുടെ ഉപരിതലം എത്രമാത്രം വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് നിങ്ങൾ കണ്ടറിയുക. അല്ലാതെ വൈവിധ്യങ്ങളിൽ സൗന്ദര്യം നിറഞ്ഞ ഒരു പ്രദേശമാണ് നമ്മളുടെ ഭൂമി അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലം എന്ന് പറയുന്നത്. ദ മൗണ്ടെയിൻസ്, വാലീസ്, പ്ലെയിൻസ്, പ്ലാറ്റ്യൂസ്, വാട്ടർഫോൾസ് എക്സെട്ര ഫോംസ് ദ വേരിയസ് ലാൻഡ് ഫോംസ് ഓൺ ദി എർത്ത്. അപ്പോൾ നമ്മളുടെ ഈ ഭൂമിയുടെ ഉള്ള വിവിധ ഭൂരൂപങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്? അതായത് ഭൗമോപരിതലത്തിൽ കാണുന്ന പർവ്വതങ്ങൾ, താഴ്വരകൾ, സമതലങ്ങൾ, പീഠഭൂമികൾ, വെള്ളച്ചാട്ടങ്ങൾ മുതലായവ വിവിധ ഭൂരൂപങ്ങളാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപം കൊണ്ടവയാണ് ഈ പറയുന്ന ഭൂരൂപങ്ങളിൽ മിക്കതും. ഭൗമോപരിതലത്തിലെ വിവിധങ്ങളായ ഭൂരൂപങ്ങൾ, അവ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള ശക്തികൾ, ഭൂരൂപ സവിശേഷതകൾ എന്നിവയൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പം നൗ we have to examine the various landforms, the forces behind their formation and their characters in detail. Different landforms. You might remember the mention in the previous chapter that internal forces and external forces can make changes on the earth's surface. അല്ലേ, കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങളുടെ ജോഗ്രഫിയിൽ കഴിഞ്ഞ ഒരു പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാനായിട്ട് ആന്തരിക ശക്തികൾക്ക് ബാഹ്യശക്തികൾക്കും കഴിയും. ഭൂമിയുടെ ഉള്ളിലെ ഉള്ള എൻഡോജനിക് ഫോഴ്സസും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫോഴ്സസും വഴി ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അല്ലേ, നമ്മൾ പ്ലേറ്റ് മാർജിൻസ്, മൂവ്മെൻറ്റ് ഓഫ് പ്ലേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചായിരുന്നു ഒരു ചാപ്റ്ററിൽ. കൺവേർജൻ, ഡൈവേർജൻ ആൻഡ് ഷിയർ മാർജിൻസ് അതുവഴി ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകളാണ് ഭൂരൂപീകരണ പ്രക്രിയകൾ അല്ലെങ്കിൽ ജിയോമോർഫിക് പ്രോസസ്സ്. അപ്പം നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ വാട്ട് ഈസ് ജിയോമോർഫിക് പ്രോസസ്സ്? വാട്ട് ഈസ് നോൺ ആസ് ജിയോമോർഫിക് പ്രോസസ്സ്? ദി പ്രോസസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ലാൻഡ് ഫോംസ് ആർ കോൾഡ് ജിയോമോർഫിക് പ്രോസസ്സ്. നിങ്ങളത് പഠിക്കണം. അതായത് ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകളാണ് ഭൂരൂപീകരണ പ്രക്രിയകൾ അല്ലെങ്കിൽ ജിയോമോർഫിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. Varied landforms are created by continuous process carried out by external agencies like running water, wind, glacier, seaways, etc. Hence, these agencies are often called geomorphic agents. അപ്പോൾ എന്താണ് ജിയോമോർഫിക് പ്രോസസ്സ് എന്ന് പറഞ്ഞത്? അപ്പോൾ ജിയോമോർഫിക് ഏജൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, ഗ്ലേസിയേഴ്സ് എന്ന് വെച്ചാൽ ഹിമാനികൾ, തിരമാല തുടങ്ങിയ ബാഹ്യശക്തികളുടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തന ഫലമായി വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. ആയതുകൊണ്ട് ഈ ശക്തികളെ, അതായത് കാറ്റ്, ഹിമാനി, ഒഴുകുന്ന ജലം എന്നിവയൊക്കെ നമ്മൾ ഭൂരൂപീകരണ സഹായികൾ അല്ലെങ്കിൽ ജിയോമോർഫിക് ഏജൻസ് എന്നാണ് നമ്മളവയെ പറയുന്നത്. ഈ ഇതുപോലുള്ള ഭൂരൂപങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നവയെ നമ്മൾ പറയുന്ന പേരാണ് ജിയോമോർഫിക്
ഏജൻസ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഹിമാനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്ലേസിയേഴ്സ് എന്ന് പറയുന്നത് വെച്ചാൽ മഞ്ഞ് മൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഭീമാകാരമായ മഞ്ഞുപാളികൾ താഴ്വരയിലേക്ക് സാവധാനം നീങ്ങി വരുന്നു. വലിയ ഐസിൻ്റെ പാളികൾ നീങ്ങി വരുന്നു. അങ്ങനെ ഇതുപോലെ നീങ്ങുന്ന ഈ ഐസിൻ്റെ പാളികൾക്കാണ് നമ്മൾ ഹിമാനികൾ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ജിയോമോർഫോളജി എന്ന് ചോദിച്ചാൽ ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖയാണ് ജിയോമോർഫോളജി എന്ന് പഠിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു എക്സ്ട്രാ അറിവിലേക്കാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ജിയോമോർഫോളജി ഇസ് ദ ബ്രാഞ്ച് ഓഫ് ജോഗ്രഫി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ലാൻഡ് ഫോംസ്. ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ റിവേഴ്സിൻ്റെ, ഗ്ലേസിയേഴ്സ്, സീ വേവ്, വിൻഡ് അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4.2 എന്ന് പറഞ്ഞ ചിത്രം നിരീക്ഷിക്കുക നിങ്ങൾ. അപ്പോൾ അവിടെ ഒരു കുന്നും പ്രദേശം പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ക്യാരീസ് ലൂസ് മെറ്റീരിയൽസ് എവേ, ഡെപ്പോസിറ്റ്സ് ഇൻ ദ ലോ ലൈങ് റീജിയൻസ് എന്ന് പറഞ്ഞ 2 സംഭവങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മഴ പെയ്യുമ്പോൾ, അതായത് ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള ഇളകിയ വസ്തുക്കൾ നീക്കിക്കൊണ്ട് പോകുന്നു ജലം ഒഴുകുന്നതനുസരിച്ച്. താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ ഇളകി പോകുന്ന മണ്ണൊക്കെ നിക്ഷേപിക്കപ്പെടുന്നു. ഇതാണ് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉള്ളത്. അതായത് ഒരു ഉയർന്ന പ്രദേശത്തെ ഇളകിയ ശിലാപദാർത്ഥങ്ങളെ മഴവെള്ളം മറ്റൊരു പ്രദേശത്തേക്ക് നീക്കിക്കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഫിഗർ 4.2. The rainwater carries away the loose rock particles from the elevated regions and deposit elsewhere. ഡെപ്പോസിറ്റ് elsewhere വെച്ചാൽ താഴെ ഭാഗത്താണ്, ലോ ലൈങ് റീജിയൻസിലാണ് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇത്രേ ഉള്ളൂ. അതായത് മുകളിലത്തെ ലൂസായിട്ടുള്ള റോക്ക് പാർട്ടിക്കിൾസിനെ താഴെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അവിടെ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ചേഞ്ചസ് ടേക്ക് പ്ലേസ് ഇൻ ദ ഓൺ സർഫസ് ഓഫ് ദി എർത്ത് ആസ് എ റിസൾട്ട് ഓഫ് ദി ബോത്ത് ദി പ്രോസസ് മെൻഷൻഡ് അബോവ്. അപ്പം ആ കുന്നിൻ്റെ മുകൾ ഭാഗത്ത് നിന്നുള്ള അവിടെ അതിൻ്റെ ഉയരം കുറയുകയും താഴ്ഭാഗത്തെ ഉയരം കൂടി അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഉയർന്ന സമതല പ്രദേശങ്ങളിൽ അല്പം ഉയർച്ച കൂടുന്നു. അതാണ് നമുക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. You have learned about the weathering processes causing the weakening of the surface rock on the earth. അപ്പം നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചാണ് വാട്ട് ഈസ് വെതറിങ്, അപക്ഷയം. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് പ്രോസസ് ഓഫ് വെതറിങ്? വിവിധ തരത്തിലുള്ള അപക്ഷയം നമ്മൾ പഠിച്ചതാണ് അല്ലേ. ദി ട്രാൻസ്ഫർ ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് ഫോംഡ് ബൈ ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ വെതറിങ് പ്രോസസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ബൈ എക്സ്റ്റേണൽ ഏജൻസീസ് സച്ച് ആസ് റണ്ണിങ് വാട്ടർ, wind, glaciers, sea waves is called erosion. അപ്പം വെതറിങ് എന്ന് പറഞ്ഞ് നമ്മൾ 3 തരത്തിലുള്ള വെതറിങ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ജൈവിക അപക്ഷയം, രാസിക അപക്ഷയം, ഭൗതിക അപക്ഷയം എന്നിവ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് പഠിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇറോഷൻ അല്ലെങ്കിൽ അപരദനം എന്താണെന്നാണ്. അതായത് ഭൗതികവും രാസികവും ജൈവികവുമായ അപക്ഷയങ്ങളിലൂടെ ശിലകൾ പൊടിഞ്ഞ് രൂപപ്പെടുന്ന ശിലാവസ്തുക്കളെ ഒഴുകുന്ന ജലം, നമ്മൾ നേരത്തെ പറഞ്ഞ ഏജൻസ്, ഒഴുകുന്ന ജലം, കാറ്റ്, തിരമാല, ഹിമാനി മുതലായ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീക്കിക്കൊണ്ട് പോകുന്നു. ഈ പ്രക്രിയയാണ് നമ്മൾ ഇറോഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപരദനം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇറോഷൻ? വാട്ട് ഈസ് ജിയോമോർഫിക് പ്രോസസ്സ് പഠിക്കണം. അതിനുശേഷം നമ്മൾ വാട്ട് ഈസ് ഇറോഷനും പഠിക്കണം. ഈ വസ്തുക്കൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു. ഇതിനെ നിക്ഷേപണമെന്ന് പറയുന്നു. അങ്ങനെ മുകളിൽ നിന്നുമുള്ള ഈ വസ്തുക്കൾ ഭൗതികവും രാസികവും ജൈവികമായ അപക്ഷയത്തിലൂടെയൊക്കെ ഇത് ഒഴുകി വന്ന് അതൊരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ, അതിനെ നമ്മൾ നിക്ഷേപണം എന്നാണ് പറയുന്നത്. ബാഹ്യശക്തികൾ അപരദനത്തിനും നിക്ഷേപണത്തിനും കാരണം ആകുന്നു. ദാറ്റ് ഈസ് ദ എക്സ്റ്റേണൽ ഫോഴ്സസ് കോസ് ബോത്ത് ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സസ് 2 കാര്യങ്ങൾക്കും വഴിതെളിക്കുന്നുണ്ട്. ഇറോഷനും വഴിതെളിക്കുന്നുണ്ട്, ഡെപ്പോസിഷനും ഉണ്ടാകുന്നുണ്ട്. ഇറോഷൻ ആസ് വെൽ ആസ് ഡെപ്പോസിഷൻ ക്യാരിഡ് ഔട്ട് ബൈ എക്സ്റ്റേണൽ ഏജൻസീസ് ക്രിയേറ്റ് വേരിയഡ് ലാൻഡ് ഫോംസ്. അപ്പോൾ ഈ ഇറോഷനും ഡെപ്പോസിഷനും കാരണം പലതരത്തിലുള്ള ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ രൂപം കൊണ്ട ചില ഭൂരൂപങ്ങളെക്കുറിച്ചാണ് നമുക്കിന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് along the river banks. Rivers originated from the springs at high altitudes. അപ്പോൾ എവിടെയാണ് ഈ
നദി ഉത്ഭവിക്കുന്നത്. അതായത് ഉയർന്ന പ്രദേശങ്ങളിലെ നീരുറവകളിൽ നിന്ന് നദി ഉത്ഭവിക്കുന്നു. നമ്മൾ അപ്പോൾ ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണുമല്ലോ അല്ലേ, ഒരു ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുന്നതാണ് നമ്മൾ കാണുക അല്ലേ. അപ്പോൾ അതിനൊരു സോഴ്സ് കാണുമല്ലോ. അത് ഇതുപോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിലെ നീരുറവയിൽ നിന്നായിരിക്കും ആ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ഉയർന്ന പ്രദേശങ്ങളിലെ നീരുറവകളിൽ നിന്നിട്ടാണ് നദിയും ഉത്ഭവിക്കുന്നത്. തുടർന്ന് ആ ഉയർന്ന പ്രദേശത്തെ നീരുറവയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി മഴയിലൂടെ ലഭിക്കുന്ന ജലത്തിൽ ചെറുചാലുകളായി ഒഴുകി അവ ഒന്നു ചേർന്ന് അരുവികളായിട്ടും പല അരുവികൾ ചേർന്ന് നദി ആയിട്ടും വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു റിവർ ഫോം ചെയ്യുന്നത്. റിവേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ദി സ്പ്രിങ്സ് അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ്. ദെൻ it formed by rainwater may join together to form streams. A river develops through the merging of numerous such streams. The place of origin of a river is called its source. അപ്പോൾ എവിടെയാണോ ഈ നദി ഉത്ഭവിക്കുന്നത് അതിന് പറയുന്ന പേരാണ് സോഴ്സ് എന്നും. ആൻഡ് the place at which it discharges into the sea or to a water body is called the river mouth. എന്നിട്ട് ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശത്തെ നമ്മൾ പ്രഭവസ്ഥാനം അല്ലെങ്കിൽ സോഴ്സ് എന്നും പിന്നീട് അതിന് ശേഷം അവ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടത്തെ നമ്മൾ റിവർ മൗത്ത് അല്ലെങ്കിൽ നദീമുഖമെന്നാണ് വിളിക്കുന്നത്. വാട്ട് ഈസ് നോൺ ആസ് റിവർ സോഴ്സ് ആൻഡ് റിവർ മൗത്ത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ചില ഘടകങ്ങൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ ഫ്ലോ ഓഫ് എ റിവർ? ഫസ്റ്റ് വൺ വോളിയൂം ഓഫ് വാട്ടർ, സെക്കൻഡ് വൺ റോക്ക് സ്ട്രക്ചർ. വോളിയൂം ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ജലത്തിൻ്റെ അളവാണ്. ദെൻ ശിലാഘടന, റോക്ക് സ്ട്രക്ചർ. നെക്സ്റ്റ് വൺ സ്ലോപ്പ് ഓഫ് ദി ടെറൈൻ എന്ന് വെച്ചാൽ പ്രദേശത്തിൻ്റെ ചരിവ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എമൗണ്ട് ഓഫ് സെഡിമെൻറ്റ്സ് എന്ന് വെച്ചാൽ അവസാദങ്ങളുടെ അളവ്. ദീസ് ആർ ദി സ്ട്രക്ചർ ഓഫ് ദി factors determining the flow of the river. These are the factors determining the flow of a river. What is it? Volume of water, rock structure, slope of the terrain, and amount of sediments. The course of the river can be divided into 3 stages upon the difference in slope from its source to mouth. ഇനി നമ്മൾ ഈ റിവറിൻ്റെ കോഴ്സിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് പ്രഭവ സ്ഥാനം മുതൽ നദീമുഖം വരെയുള്ള ചരിവിലെ വ്യത്യാസത്തിനനുസരിച്ച് നമുക്ക് റിവർ കോഴ്സിനെ 3ആയിട്ട് തിരിക്കാം. അതിന് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അപ്പർ കോഴ്സാണ്, ഉപരിഘട്ടം. മിഡിൽ കോഴ്സ് മധ്യഘട്ടം. ലോവർ കോഴ്സ് എന്ന് വെച്ചാൽ കീഴ്ഘട്ടം. അപ്പോൾ അവയ്ക്ക് ഓരോന്നിനും പ്രത്യേകതയുണ്ട്. അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം നിങ്ങൾ വരയ്ക്കണം. വരച്ചിട്ട് തന്നെ ഈ പ്രത്യേകതകൾ നിങ്ങൾ എഴുതണം. അപ്പർ കോഴ്സ്, ലോവർ കോഴ്സ് ആൻഡ് മിഡിൽ കോഴ്സ്, അല്ലെങ്കിൽ അപ്പർ കോഴ്സ്, മിഡിൽ കോഴ്സ് ആൻഡ് ലോവർ കോഴ്സ്. അതാണ് ഓർഡർ. അപ്പർ കോഴ്സ് എന്ന് പറയുന്നത്, അപ്പർ കോഴ്സ് ഇസ് എ പാർട്ട് ഓഫ് ദ റിവർ where it rapidly flows down along the steep slopes from the place of the origin. The intensity of the erosion is severe in this course. അപ്പോൾ അപ്പർ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നദി ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് കുത്തനെയുള്ള ചെരുവിലൂടെ അതിവേഗത്തിലാണ് ഇവ ഒഴുകുന്നത്. നമ്മൾ ഉപരിഘട്ടം എന്നാണ് പറയുന്നത്. അപരദന പ്രക്രിയയുടെ തീവ്രത ഈ പ്രദേശത്ത് കൂടുതലായിരിക്കും. അപരദന പ്രക്രിയയുടെ തീവ്രത അപ്പർ കോഴ്സിൽ കൂടുതലായിരിക്കും. ഇറോഷൻ ഈസ് ഹൈ ഇൻ upper course. Then next one is middle course. Middle course is it's that stage of the river where it flows through gently sloping foothills. അപ്പം മിഡിൽ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെരിവ് താരതമ്യേന കുറഞ്ഞ അടിവാര മേഖലയിലൂടെ നദി ഒഴുകുന്ന ഭാഗമാണ് മധ്യഘട്ടം എന്ന് പറയുന്നത്. ചെരിവ് താരതമ്യേന കുറഞ്ഞ ഭാഗങ്ങളിലൂടെ അടിവാര മേഖലയിലൂടെ ഒഴുകുന്നതാണ് മധ്യഘട്ടം. ഈ ഘട്ടത്തിൽ നദിയുടെ വേഗം കുറയുന്നു, വെലോസിറ്റി കുറയുന്നത് കൊണ്ട് അപരദന തീവ്രത അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് ഇറോഷൻ എന്ന് പറയുന്നത് കുറയും. എന്നിട്ട് അവിടെ നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്നു. ആ ഇറോഷൻ്റെ അപ്പർ കോഴ്സിൽ ഇറോഷൻ ഇൻറ്റൻസിറ്റി കൂടുതലായി. അപ്പോൾ അവിടെ ഡെപ്പോസിഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല. അപ്പോൾ മിഡിൽ കോഴ്സിൽ വരുമ്പം ഈ ഫ്ലോ കുറയുന്നത് കൊണ്ടിട്ട് അവിടെ ഡെപ്പോസിഷൻ ആരംഭിക്കുന്നു, നിക്ഷേപണം ആരംഭിക്കുന്നു. ലോവർ കോഴ്സ് ഈസ് ദ സ്റ്റേജ് വെർ ദ റിവർ ഫ്ലോസ് ത്രൂ ദി പ്ലെയിൻസ്
The rate of the deposition will be higher due to the slow pace of the river and increase in the amount of sediments during this സ്റ്റേജ്. അപ്പം ഇനി ഏറ്റവും മൂന്നാമത്തെ ഘട്ടം അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ ഘട്ടം എന്ന് പറയുന്നത് ലോവർ കോഴ്സാണ്. ഈ ലോവർ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സമതല ഭാഗത്ത് കൂടി ഉള്ള നദിയുടെ ഒഴുക്കാണ് കീഴ്ഘട്ടം. അപ്പോൾ അവസാദങ്ങൾ നദിയിൽ കൂടുതലായിട്ട്, അവസാദം എന്ന് വെച്ചാൽ സെഡിമെൻറ്റ്സ് നദിയിൽ കൂടുതലായിട്ട് കാണുന്നു. പിന്നീട് ഒഴുക്കിൻ്റെ വേഗത കുറയുന്നു. അതുകൊണ്ടിട്ട് ഈ ഘട്ടത്തിൽ നിക്ഷേപണ പ്രവർത്തനം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഓരോ ഘട്ടത്തിൻ്റെയും സ്പെഷ്യാലിറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് മിക്കവാറും ഇത് ചോദിക്കുക. ഫീച്ചേഴ്സ് ഓഫ് അപ്പർ കോഴ്സ്, മിഡിൽ കോഴ്സ് ആൻഡ് ലോവർ കോഴ്സ്. ഫസ്റ്റ് വൺ അപ്പർ കോഴ്സ്. അപ്പർ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് ദി റിവർ. റിവർ ഫ്ലോസ് ത്രൂ സ്റ്റീപ്പ് സ്ലോപ്സ്. ഇൻറ്റൻസ് റേറ്റ് ഓഫ് ഇറോഷൻ, അതായത് നദിയുടെ ഉത്ഭവ പ്രദേശമാണ് ഉപരിഘട്ടം. കുത്തനെയുള്ള ചെരുവിലൂടെ നദി ഒഴുകുന്നു. പിന്നീട് ശക്തമായ അപരദന പ്രവർത്തനമാണ്. നോ ഡെപ്പോസിഷൻ എന്ന് വെച്ചാൽ നിക്ഷേപണം ഇല്ല, നിക്ഷേപണ പ്രവർത്തനം നടക്കുന്നില്ല. പിന്നീട് ലാൻഡ് ഫോംസ്. ഏതൊക്കെ ലാൻഡ് ഫോംസാണ് അപ്പർ കോഴ്സിലുണ്ടാകുന്നത്? വാലി, വാട്ടർഫോൾ, ഇവ രണ്ടുമാണ് കാണാൻ സാധിക്കും. താഴ്വരകൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദെൻ മധ്യഘട്ടം അല്ലെങ്കിൽ മിഡിൽ കോഴ്സ്. ഫ്ലോസ് ത്രൂ ദി ഫ്ലോട്ട് ഹിൽസ്. ഇവ ഒഴുകുന്നത് അടിവാരത്ത് കൂടിയാണ് ഒഴുകുന്നത്. ബോത്ത് ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷൻ പ്രോസസ് ആർ ആക്റ്റീവ്. ഇവിടെ എന്ന് പറഞ്ഞാൽ അപരദന പ്രവർത്തനവും നിക്ഷേപണ പ്രവർത്തനവും വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത് മിയാൻഡർ, ഓക്സ്ബോ, തടാകങ്ങൾ എന്നിവയാണ്. അടുത്തത് ലോവർ കോഴ്സ് അല്ലെങ്കിൽ കീഴ്ഘട്ടം എന്ന് പറയുന്നവ ഫ്ലോസ് ത്രൂ ദി പ്ലെയിൻസ്. സമതലങ്ങളിലൂടെ ഒഴുകുന്നു. അവിടെ ഇറ്റ് ഈസ് ആക്റ്റീവ് ഡെപ്പോസിഷണൽ പ്രോസസ്സ്. അവിടെ എന്താണ്? നിക്ഷേപണ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് നടക്കുന്നു. ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് സച്ച് ആസ് ഫ്ലഡ് പ്ലെയിൻസ് ആൻഡ് ഡെൽറ്റാസ് ആർ സീൻ. ഇവിടെ ഉണ്ടാകുന്ന ലാൻഡ് ഫോം എന്ന് പറയുന്നത് പ്രളയ സമതലങ്ങളും ഡെൽറ്റകളുമാണ് അവിടെ ഉണ്ടാകുന്ന ഭൂരൂപമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമിയിലെ ഇപ്പോൾ ഈ ഇങ്ങനെ നദിയുടെ ഒഴുക്ക് കൊണ്ടുണ്ടാകുന്ന വിവിധ ഭൂരൂപങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പം നമ്മൾ കണ്ടത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും അതിൻ്റെ അപ്പർ കോഴ്സിലും മിഡിൽ കോഴ്സിലും ലോവർ കോഴ്സിലും ഓരോ ഭൂരൂപങ്ങൾ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ യു ഹാവ് ലേൺഡ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി റിവർ റൈറ്റ് ഫ്രം ദി സോഴ്സ് ടു ദി മൗത്ത്. The landforms created at different courses of a river are different in nature. അതായത് വിവിധ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഭൂരൂപങ്ങൾ എന്ന് പറയുന്നതിനും അപ്പം എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഭൂരൂപങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നദിയുടെ അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങളും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ചില ഭൂരൂപങ്ങളുമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതായത് നദിയുടെ അപരദനം കൊണ്ടുണ്ടാകുന്ന ഭൂരൂപങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി ഫസ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത്. റിവർ ഇറോഷൻ. വെലോസിറ്റീസ് ഓഫ് വാട്ടർ ഫ്ലോ, സ്ലോപ്പ് ഓഫ് ദി ടെറൈൻ ആൻഡ് റോക്ക് സ്ട്രക്ചേഴ്സ് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദി റിവർ ഇറോഷൻ. എന്താണെന്ന് വെച്ചാൽ അതായത് നദിയുടെ അതിൻ്റെ ഒഴുക്കിൻ്റെ വേഗം, ഒഴുകുന്ന പ്രദേശത്തിൻ്റെ ചെരിവ്, സ്ലോപ്പ്, ശിലാഘടന, റോക്ക് സ്ട്രക്ചർ എന്നിവയുടെ അപരദന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഒരു നദിയുടെ അപരദന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ആ നദിയുടെ ഒഴുക്കിൻ്റെ വേഗം, ഒഴുകുന്ന പ്രദേശത്തെ ചെരിവ്, പിന്നീട് ശിലാഘടന എന്നിവയാണ്. വെലോസിറ്റീസ് ഓഫ് വാട്ടർ ഫ്ലോ, സ്ലോപ്പ് ഓഫ് ദി ടെറൈൻ, റോക്ക് സ്ട്രക്ചേഴ്സ് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഇൻറ്റൻസിറ്റി of river erosion. What are the factors affecting the intensity of river erosion എന്ന് ചോദിച്ചാൽ ഈ 3 പോയിൻറ്റ്സ് നിങ്ങൾ എഴുതണം. The rock particles like gravel, sand, pebbles, etc. carried by the river rub against the rocks along the bed and both the sides of the river. This result in wearing down of the rocks. ഇതൊന്ന് മനസ്സിലായോ? അതായത് നദി ഒഴുക്കിക്കൊണ്ട് പോകുന്ന ഒരു നദി ഇങ്ങനെ അത് ഫ്ലോ ചെയ്യുമ്പോൾ അത് ഒഴുക്കിക്കൊണ്ട് പോകുന്ന ചരൽ, അതാണ് ഗ്രേവൽ എന്ന് പറയുന്നത്. പിന്നീട് മണൽ, സാൻഡ്, പിന്നീട് ഉരുളൻ കല്ലുകൾ തുടങ്ങിയ ശിലാപദാർത്ഥങ്ങൾ അടിത്തട്ടിലും
പിന്നീട് ഇരുവശങ്ങളിലുമുള്ള ശിലകൾ ഉരസുന്നതിനും തന്മൂലം പാറകൾക്ക് തേയ്മാനമുണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇപ്രകാരമുള്ള അപരദനത്തെ നമ്മൾ അപഘർഷണം അല്ലെങ്കിൽ അബ്രാഷൻ അല്ലെങ്കിൽ കൊറാഷൻ എന്ന് പറയുന്നു. ഒഴുകുന്ന പ്രദേശത്തെ കഠിന ശിലകളെ പോലും മിനുസപ്പെടുത്തുന്നതാണ് ഈ പ്രവർത്തനങ്ങളുടെ നദികൾക്ക് സാധിക്കുന്നത്. വാട്ട് ഈസ് അബ്രാഷൻ ഓർ കൊറാഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ദ റോക്ക് പാർട്ടിക്കിൾസ് ലൈക്ക് ഗ്രാവൽ മുതൽ ഈ അബ്രാഷൻ കൊറാഷൻ വരെ എഴുതണം. You might have seen the pebbles as shown in the picture 4.4 അല്ലെ. ഒരു 4.4 പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പെബിൾസ് അല്ലെ, നല്ല മിനുസമുള്ള പെബിൾസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത് along the river courses. What could be the reason behind the round shaped and polished surface? അപ്പോൾ എന്തുകൊണ്ടാവാം ഇതിങ്ങനെ റൗണ്ട് ഷേപ്പും ഇതിന് ഈ പോളിഷ് രൂപത്തിലും ഇതിങ്ങനെ കിട്ടുന്നത്? അതിന് നമ്മളെ കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിൻ്റെ കാരണം ദിസ് റിസൾട്ട് ഓഫ് ദ വെയറിങ് ഡൗൺ ഓഫ് ദി റോക്സ് സച്ച് ഇറോഷൻ. ഈ അബ്രാഷനും കൊറാഷനും മൂലമാണ് ഇതുപോലെയുള്ള ഈ പെബിൾസ് പോലെയുള്ള വസ്തുക്കൾ കൊണ്ടാവാനായിട്ട് കാരണമാകുന്നത്. ദ റോക്ക് പാർട്ടിക്കിൾസ് ലൈക്ക് ഗ്രാവൽ, സാൻഡ്, പെബിൾസ് എക്സെട്ര ക്യാരിഡ് ബൈ ദ റിവർ റബ് അഗെയിൻസ്റ്റ് ദ റോക്സ് അലോങ് ദി ബെഡ് ആൻഡ് ബോത്ത് ദി സൈഡ്സ് ഓഫ് ദി റിവർ. ദിസ് റിസൾട്ട് ഇൻ ദി വെയറിങ് ഡൗൺ ഓഫ് ദി റോക്സ്. അങ്ങനെ ആ പാറകളെല്ലാം ഉരസി ഇതുപോലെയുള്ള ശിലകളൊക്കെ നിർമ്മിക്കപ്പെടുന്നു. അങ്ങനെയുള്ള അതിന് നമ്മൾ പറയുന്ന പേരാണ് അപ്രകാരമുള്ള തേയ്മാനം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അങ്ങനെയുള്ള അപരദനത്തെയാണ് നമ്മൾ അപഘർഷണം അല്ലെങ്കിൽ അബ്രാഷൻ അല്ലെങ്കിൽ കൊറാഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, അപഘർഷണം നദിയുടെ അടിത്തട്ടിലും വശങ്ങളിലും എപ്രകാരം മാറ്റം വരുത്തുന്നു എന്ന് കാണിക്കുന്ന ചിത്രമാണ് ഇനി അവിടെ കാണിച്ചിരിക്കുന്നത്. 4.5 indicates how the erosion alters the bed and valleys of the river. അപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്നത് വി ഷേപ്പിൽ കാണിച്ചിരിക്കുന്നത്, ഫസ്റ്റത്തെ വി ഷേപ്പ് എന്ന് പറയുന്നത് ഇറോഷൻ അലോങ് ദി ബെഡാണ്. ഇറോഷൻ അലോങ് ദി ബെഡ്, അതായത് അടിത്തട്ടിലെ അപരദനം. ദെൻ അടുത്തതെന്ന് പറയുന്നത് വശങ്ങളിലെ അപരദനമാണ് കാണിച്ചിരിക്കുന്നത്, ഇറോഷൻ അലോങ് ദി വാലീസ്. അപ്പോൾ ഇതുപോലത്തെ ചിത്രങ്ങൾ വന്നിട്ട് ഇത് പരീക്ഷ ചോദിച്ചാൽ ഇത് എന്ത് തരത്തിലുള്ള ഇറോഷനാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ഫസ്റ്റ് വൺ ഈസ് ഇറോഷൻ അലോങ് ദി ബെഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇറോഷൻ അലോങ് ദി വാലീസ്. ദ റിവർ ബെഡ് ഇറോഷൻ ഈസ് മോർ പ്രിലവൻറ്റ് ഇൻ ദി അപ്പർ കോഴ്സ് ഓഫ് ദി റിവർ. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം ഒരു പോയിൻ്റാണ്, അതായത് നദിയുടെ ഉപരിഘട്ടത്തിൽ അടിത്തട്ടിൻ്റെ അപരദനമാണ് ഏറെ സജീവമായിട്ട് നിലനിൽക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നദി കൊണ്ടുണ്ടാകുന്ന ഭൂരൂപങ്ങൾ എന്തൊക്കെയാണ്. നദീ ഭൂരൂപങ്ങളിലേക്ക്, അപ്പോൾ നദീ ഭൂരൂപങ്ങളിലേക്ക് നമുക്ക് വി ഷേപ്പ് വാലി, പിന്നീട് ഓക്സ്ബോ റിവർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. പിന്നീട് അതിനുശേഷം ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ അണ്ടർഗ്രൗണ്ട് വാട്ടർ, പിന്നീട് അതിനുശേഷം കോസ്റ്റൽ സിനാരിയോസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ നമ്മളുടെ മരുഭൂമിയിൽ ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ, അത്രയൊക്കെയാണ് നമുക്ക് പിന്നെ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് ഇത്രയും പഠിപ്പിച്ച ഭാഗങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഭാഗമാണ് ഇപ്പം ഇന്നെടുത്തിരിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പം നമ്മൾ പഠിച്ച് വെച്ചിരിക്കുന്നത് ഇറോഷൻ അലോങ് ദി ബെഡ്, ഇറോഷൻ അലോങ് ദി വാലീസ് ആണ് വരെയുള്ള ചിത്രം. റിവർ ബെഡ് ഇറോഷൻ ഈസ് മോർ പ്രിലവൻറ്റ് ഇൻ ദി അപ്പർ കോഴ്സ് ഓഫ് റിവർ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ടു ദി ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ ദ റിവർ പഠിക്കാം. ഇന്ന് ഫസ്റ്റ് നമ്മൾ ആദ്യം പഠിച്ചത് വിവിധ തരത്തിലുള്ള ഭൂരൂപങ്ങൾ നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നീട് വാട്ട് ഈസ് ജിയോമോർഫിക് പ്രോസസ് അല്ലേ, ജിയോമോർഫിക് പ്രോസസ് എന്താണ്, പിന്നീട് വാട്ട് ഈസ് നോൺ ആസ് ഇറോഷൻ, ദെൻ what are the factors determining the flow of a river. പിന്നീട് നമ്മൾ കണ്ടത് അപ്പർ കോഴ്സ് അല്ലേ. The course of the river can be generally divided into 3 stages: upper course, middle course and lower course. പിന്നീട് നമ്മൾ അപ്പർ കോഴ്സിൻ്റെയും മിഡിൽ കോഴ്സിൻ്റെയും ലോവർ കോഴ്സിൻ്റെയും പ്രത്യേകതകൾ കണ്ടു. അതിനുശേഷം നമ്മൾ റിവർ ഇറോഷൻ അലോങ് ദി ബെഡും ഇറോഷൻ അലോങ് ദി
വാലീസുമാണ് കണ്ടത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വി ഷേപ്പ് വാലി, യു ഷേപ്പ് വാലി എന്നിവയെക്കുറിച്ച്, ഡെൽറ്റാസിനെ ഫോം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.